പദവികൾ ഇരുന്ന് ആരെടെങ്കിലും റിസർച്ച് ചെയ്ത് കുറെ പദവികൾ കൊണ്ടുപോവാ. അത് വാര്യരും വാരസ്യരും നമ്പൂതിരിയും അതുപോലെ തന്നെ കണ്ഠരരും അതുപോലെ തന്നെ പണിക്കരും ഉണ്ണിത്താനും വല്യത്താനും എന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ കൊണ്ടുപോവാ. അത് നായർ നമ്പൂരി എന്ന് പറഞ്ഞ വാലുകൾ, ഇങ്ങനെ വാലല്ല പേരുകളും പദവികളും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ രണ്ടായിട്ടും ഉണ്ട് കേട്ടോ. ഒന്ന് പേരുണ്ട്, ഇപ്പൊ നായർ എന്നൊക്കെ പറയുന്ന കുറെ കാലമുണ്ട്. പിന്നെ പദവികളുണ്ട്. പണിക്കർ എന്നൊക്കെ പറയുന്ന ഒരു പദവിയായിട്ടാണ് പറയുന്നത്. പണിക്കർ വല്യത്താൻ എന്നൊക്കെ പറയുന്നത് ഒരു പദവിയായിട്ടാണ്. അപ്പോ അതിൽ വരുന്നൊരു പദവിയാണ് കണ്ഠരരു. അത് ശരിക്കും ബ്രാഹ്മിൺസിന് അല്ലെങ്കിൽ പോറ്റിമാർക്ക് നമ്പൂതിരിമാർക്ക് കിട്ടുന്ന ഒരു പദവിയാണ്. ഈ പദവിയും കുറച്ചു പേർക്ക് കൊടുത്തു. അതായത് ഇതൊക്കെ അറിയാമെന്നുള്ള നമ്പൂതിരി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള പിന്നെ വൈദിക കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള വേദമൊക്കെ പഠിച്ചിട്ടുള്ള നമ്പൂതിരിമാർക്ക് പോറ്റിമാർക്ക് കുറച്ചു പേർക്ക് കണ്ഠരരു എന്ന പേരും കൊടുത്ത് സ്ഥാനപ്പദവി കൊടുത്ത് പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ്, രാജകൊട്ടാരത്തിലേക്ക് പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പക്ഷെ ഒരു പ്രശ്നമുള്ളത്, അങ്ങനെ മറ്റൊരു വല്യത്താൻ ഉണ്ണിത്താൻ പോലുള്ള പേരുകൾ കൊടുക്കുന്നത് പോലെ, കുറുപ്പെന്നൊക്കെ പറഞ്ഞ പേര് കൊടുക്കുന്നത് പോലെ തന്ത്രിക്ക് അങ്ങനെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കണ്ഠരരു എന്ന പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ചെറിയ അപകടവുമുണ്ട് എന്നാണ് മറ്റൊരു സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന പോലെ.